ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തേർഡ് മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ നമ്മൾ 3 ടൈപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് കാൾപിയേഴ്സൺസ് മെത്തേഡ്, രണ്ടാമത്തത് റാങ്ക് കോറിലേഷൻ, മൂന്നാമത്തത് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. ബാക്കി 2 മെത്തേഡിനെ അപേക്ഷിച്ച് ഇത് വളരെ സിമ്പിളാണ്. കാരണം ഇവിടെ നമുക്ക് എന്തുമാത്രമേ അറിയേണ്ട ആവശ്യമുള്ളൂ, അതിൻ്റെ ഡയറക്ഷൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച് മാത്രമാണ് നമ്മളിവിടെ ഇങ്ങനെ സിഗ്നൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഒരിക്കലും വാല്യൂസ് മാഗ്നിറ്റ്യൂഡ് എത്രയാണ് ഓരോന്നും തമ്മിലുള്ളത് എന്നുള്ളത് ഇവിടെ ഇഗ്നോർ ചെയ്യണം, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ 2 മെത്തേഡ് നമ്മൾ കുറച്ചുകൂടി ഈ ഒരു മെത്തേഡ് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കാഷ്വൽ മാനറിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിൽ ഇനി നമുക്ക് നോക്കാനുള്ള ദ നേച്ചർ ഓഫ് കോറിലേഷൻ ഈസ് നോൺ ഫ്രം ദ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ ദ വാല്യൂസ് ഓഫ് വേരിയബിൾസ്. വേരിയബിൾസിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണുന്നത്. ഡീവിയേഷൻസ് എടുക്കുന്ന 2 വേരിയബിൾസ് ആർ കൺകറൻറ്റ്, ദെൻ ദേ മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ, അതർവൈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ എടുക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ വേരിയബിൾസ് എന്ന് പറയുന്ന ഒരേ ഡയറക്ഷനിലാണോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ എന്നുള്ളതാണ് നോക്കുന്നത്. ഫോർമുല ഫോർ ദ കോഎഫിഷ്യൻ്റ് ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻ ഈസ്, എന്താണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് n ബൈ n. അതിൽ c എന്ന് പറയുന്നത് നമ്പർ ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻസ് ആണ്, n എന്ന് പറയുന്ന നമ്പർ ഓഫ് പെയേഴ്സ് കമ്പയർ ചെയ്യുന്നതാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിനൊരു എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. നമുക്ക് 2 വാല്യൂസ് തന്നിട്ടുണ്ട്, എക്സും വൈയും വേരിയബിൾസ് ആണ് തന്നിരിക്കുന്നത്. എക്സിൻ്റെ കുറച്ച് വാല്യൂസ് ഉണ്ട്, വൈയുടെ വാല്യൂസ് ഉണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു കോളം വരയ്ക്കേണ്ടത് ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ ഡി എക്സ്. ഡി എക്സിൽ വന്ന ചേഞ്ചും അടുത്ത കോളം എന്ന് പറയുന്നത് ഡി വൈയിൽ എന്തൊക്കെ ഡയറക്ഷൻസ് ആണ് അല്ലെങ്കിൽ വൈയിൽ വന്ന ചേഞ്ചസിനെ കുറിച്ചാണ് അവിടെ അറിയേണ്ടത്. മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് ഡി എക്സ് ഡി വൈ, അതായത് ഈ രണ്ടെണ്ണം തമ്മിൽ ഇൻറ്റു ചെയ്ത്, അങ്ങനെ 3 കോളാണ് അഡീഷണൽ ആയിട്ട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് വാരിയബിളും വൈ വാരിയബിളും എഴുതി വെച്ചു. ഇനി നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് എന്താണ് വന്ന് ഡി എക്സിൽ എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ് കോളം ശ്രദ്ധിക്കുക. ആദ്യത്തെ വാല്യൂ 20 ആണ്. ആ 20ക്കുള്ള വേരിയേഷൻ നമുക്ക് അറിയാൻ സാധിക്കില്ല, കാരണം എൻ്റെ തൊട്ട് മുന്നത്തെ സംഖ്യ ഏതാണെന്നൊന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് ആദ്യത്തെ സംഖ്യകൾ നമ്മൾ നില്ലാക്കിയിട്ട് കാണിക്കുക. അവിടെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, അവിടെ ജസ്റ്റ് ഒരു ഡാഷ് മാത്രം ഇട്ടാൽ മതി എക്സ് വാല്യൂവിനും വൈ വാല്യൂവിനും. ഇനി എക്സിൽ രണ്ടാമത്തെ വാല്യൂ എടുക്കുക, അത് 25 ആണ്. അവിടെ കമ്പയർ ചെയ്യാണ്. ആദ്യം 20 ആയിരുന്നു, പിന്നെ 25ലേക്ക് വന്നു. അപ്പോൾ 20നേക്കാൾ കൂടുതലല്ലേ ചെയ്തത് 25. അപ്പോൾ അതിന് ആ 25ൻ്റെ നേരെ നമ്മൾ പ്ലസ് എന്നുള്ളൊരു സൈൻ ഇട്ടു, കൂടി എന്നുള്ളത് കാണിക്കുന്നു. അടുത്തത് നോക്കുക, 25 ടു 30 ആണ്. ആ 30 എന്ന് പറയുമ്പം അവിടെ കൂടുകയാണ് ചെയ്തത്, വീണ്ടും 30ന് നേരെ പോസിറ്റീവ് സൈനാണ്. ഇനി 30ൽ നിന്ന് നേരെ 15ലേക്ക് കുറഞ്ഞു. അപ്പോൾ 15ന് നേരെ മൈനസ് എന്നുള്ള സിമ്പിൾ കൊടുക്കുക. 15ൽ നിന്ന് 28ലേക്ക് ഉയർന്നപ്പോൾ പോസിറ്റീവ് എന്ന് കാണിച്ചു. 28ൽ നിന്ന് 32ലേക്ക് വന്നപ്പോൾ വീണ്ടും പോസിറ്റീവ്. 32ൽ നിന്ന് 35ലേക്ക് വന്നപ്പോൾ വീണ്ടും പോസിറ്റീവ്. 35ൽ നിന്ന് 17ലേക്ക് താഴ്ന്നപ്പോൾ നെഗറ്റീവ്. 17ൽ നിന്ന് 29ലേക്ക് ഉയർന്നപ്പോൾ പോസിറ്റീവ്. ഇങ്ങനെയാണ് ഡി എക്സ് കാണുക. അപ്പം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി ഡി വൈ കൂടി ഇതുപോലെ നോക്കുക. 30ന് നമ്മൾ ഒന്നും കൊടുക്കില്ല. 18 എന്ന് പറയുമ്പോൾ 30ൽ നിന്ന് നേരെ 18ലേക്ക് കുറയുകയാണ് ചെയ്തത്, അപ്പോൾ അവിടെ മൈനസ് ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 25 ആണ്. 18ൽ നിന്ന് 25ലേക്ക് ഉയർന്നപ്പോൾ അത് പോസിറ്റീവും, 25 ടു 10ലേക്ക് താഴ്ന്നപ്പോൾ നെഗറ്റീവ്, 10 ടു 30ലേക്ക് പോസിറ്റീവ്, 30 ടു 25ലേക്ക് നെഗറ്റീവ്, 25 ടു 15ലേക്ക് മൈനസ്, 15 ടു 30ലേക്ക് പ്ലസ്, 30 ടു 27 മൈനസ്. ഇങ്ങനെയാണ് ആ ഡയറക്ഷൻസ് എല്ലാം നോക്കുക. ഇനി അടുത്ത കോളം ഡി എക്സ് ഡി വൈ ആണ്. അതായത് ഇപ്പം നമുക്ക് കിട്ടിയ ആ സൈനുകളില്ലേ, അതിനെ ഇൻറ്റു ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ആദ്യം അവിടെയും ഡാഷ് തന്നെ എഴുതുക, കാരണം അവിടെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. രണ്ടാമത്തേൽ നോക്കൂ, പ്ലസ്സും വൈയിലും മൈനസും ആണ്. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ മൈനസ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. അപ്പോൾ ആ വാല്യൂ എഴുതുക. അടുത്തത് പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആൻഡ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. അപ്പോൾ നമുക്ക് ഡി എക്സ് ഡി വൈയിൽ കുറച്ച് പ്ലസ് സൈനുകളും കുറച്ച് മൈനസ് സൈനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഇക്വേഷനിൽ 2c മൈനസ് n ബൈ n ആണ് പറയുന്നത്. ഈ 2c എന്ന് പറയുന്നത്
എത്ര പോസിറ്റീവ് സൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് കോളത്തിൽ എന്നുള്ളതിൻ്റെ എണ്ണമാണ് അവിടെ കൊടുക്കേണ്ടത്. ഡി എക്സ് ഡി വൈയിൽ എത്ര പോസിറ്റീവ് സൈൻ ഉണ്ട്? 3 പോസിറ്റീവ് സൈനാണ് ഉള്ളത്. ഇനി എൻ എന്ന് പറയുന്നത് നമ്മളെടുത്ത പെയേഴ്സിൻ്റെ എണ്ണമാണ് എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20ഉം 25ഉം ഒരു പെയറാണ്, 25ഉം 30ഉം രണ്ടാമത്തെ പെയർ, 30ഉം 15ഉം മൂന്നാമത്തെ പെയർ, 15ഉം 28ഉം നാലാമത്തെ, 28ഉം 32ഉം 5, 32ഉം 35ഉം 6, 35ഉം 17ഉം 7, 17ഉം 29ഉം 8. അങ്ങനെ നമ്മളെടുത്ത പെയേഴ്സ് എത്രയാണ്? 8 പെയേഴ്സിനെയാണ് എടുത്തത്. അപ്പോൾ ഇതിൽ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് എൻ ഡിവൈഡഡ് ബൈ എൻ. ഇനി ഇതേപോലെ തന്നെ എഴുതുക കേട്ടോ. ഇക്വേഷൻ എഴുതുന്നതിൽ ഒരു ചേഞ്ചും വരുത്തരുത്. റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2c എന്ന് പറയുന്നത് 2 ഇൻറ്റു സി എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 3 മൈനസ് 8. എത്ര പെയർ എടുത്തു? എൻ എന്ന് പറയുന്നത് 8 ആണ്, ഡിവൈഡഡ് ബൈ 8. ഇനി ഇവിടെ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഇതേപോലെ വീണ്ടും പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, അത് വിട്ടു പോകരുത്. ആൻഡ് 2 ഇൻറ്റു 3 എത്രയാ? 6. 6 മൈനസ് 8 എന്ന് പറഞ്ഞാൽ -2 ആണ് കിട്ടുക. അപ്പോൾ -2 ഡിവൈഡഡ് ബൈ 8. വീണ്ടും ഇതേപോലെ തന്നെ എടുത്ത് എഴുതി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് -2.25 കിട്ടിയിട്ടുണ്ട്. അതായത് 2/8 നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 0.25 എന്ന് പറയുന്നത്. ഈ 0.25ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 5 ആണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ വീണ്ടും പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 0.25 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -0.5 എന്ന് കിട്ടും. -0.5 എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് 5ഉം ഒരു നെഗറ്റീവ് 5ഉം തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് -0.25 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മൈനസ് ചെയ്താലും പ്ലസ് ചെയ്താലും നമുക്ക് വരുന്നത് എന്താണ്? -0.5 എന്നാണ്. ഇനി നെക്സ്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഈസ് ഡിനോട്ടഡ് ബൈ പോസിറ്റീവ് സൈൻ ആൻഡ് ഡിക്രീസ് ബൈ നെഗറ്റീവ് സൈൻ. ഈ ഒരു പ്രോബ്ലത്തിൽ സി എന്ന് പറയുന്നത് ഡി എക്സ് ഡി വൈ കോളത്തിലത്തെ പ്ലസ് സൈൻസ് എത്ര ഉണ്ടോ അതാണ് എടുക്കേണ്ടത്. നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഓരോ പെയർ ആയിട്ടാണ് ഇവിടെ കാണിക്കേണ്ടത്. ഇനി ആർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ 2c ഈസ് ഗ്രേറ്റർ ദാൻ എൻ. ആർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എത്ര കിട്ടിയത്? നെഗറ്റീവാണ്. അതിൻ്റെ അർത്ഥം എന്താ? 2cനെക്കാട്ടിലും വലുതാണ് എൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? 2c എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 6 ആയിരുന്നു. 6നേക്കാൾ വലുതല്ലേ 8 എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു പ്രോബ്ലം കൂടി ഇവിടെ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻ. ഇയറും സപ്ലൈയും പ്രൈസും ഒക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം. ഇവിടെ എക്സ് വാല്യൂസ് എഴുതി കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒപ്പം തന്നെ ഡി എക്സ് എഴുതിപ്പോ, അല്ലെങ്കിൽ എക്സും വൈ എഴുതിയിട്ട് ഡി എക്സും ഡി വൈയും ഡി എക്സ് ഡി വൈ എന്നുള്ള കോളം എഴുതാട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ അതിൽ ആദ്യം എക്സിൻ്റെ ഡി എക്സ് കണ്ടിട്ടുണ്ട് 160, നില്ലാണ്. 60 64 പോസിറ്റീവ്, 64 72 പോസിറ്റീവ്, അവിടുന്ന് 82 പോസിറ്റീവ്, 66 കുറഞ്ഞു മൈനസ്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണത് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതെല്ലാം ചെയ്തു. ലാസ്റ്റ് ഡി എക്സ് ഡി വൈ കോളം എത്തിയപ്പം നമുക്ക് ഒരു പോസിറ്റീവ് സൈൻ പോലും ഇല്ല. അപ്പോൾ അവിടെ സി എന്ന് പറയുന്നത് എന്താ? 0 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇക്വേഷനൊക്കെ അതേപോലെ എഴുതി അതിന് എത്ര പെയർ എടുത്തു എന്നുള്ളത് നോക്കുക. അതിൽ സി എന്ന് പറയുന്നത് നമുക്ക് 0 ആണ്. എൻ എന്ന് പറയുന്നത് 9 - 1 = 8 ആണ് വരുന്നത്. 8 പെയറാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്യുമ്പോൾ 2 × 0 എന്ന് പറയുമ്പോൾ 0 ആണ്. 0 - 8 എന്ന് പറയുമ്പം 8 ആണ്. -8/8 എന്ന് പറയുമ്പോൾ എന്താ വരിക? 8/8 പറയുമ്പോൾ -1, -8 ആണ്, -1. അപ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് യൂസസ് ഓഫ് കോറിലേഷൻ ആണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റഡി ദ അസോസിയേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് എടുത്തു കഴിഞ്ഞാൽ അവ തമ്മിൽ എത്രത്തോളം അസോസിയേറ്റഡ് ആണ് നമുക്കറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേൽ കോറിലേഷൻ മെഷേഴ്സ് ഡിഗ്രി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾ. ആദ്യം അസോസിയേഷൻ അറിയാൻ വേണ്ടി, രണ്ടാമത് ഡിഗ്രി ഓഫ് റിലേഷൻ, അവരുടെ റിലേഷൻ എത്രത്തോളം ഏത് ഡിഗ്രിയിലാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തേൽ ഫ്രം ദ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുക? വി ക്യാൻ ഡെവലപ്പ് എ മെഷർ കോൾഡ് പ്രോബബിൾ എറർ കണ്ടുപിടിക്കാൻ പറ്റും.
കാരണം പ്രോബബിൾ എറർ എന്ന് പറയുന്നത് വെദർ ദ കോറിലേഷൻ ഈസ് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലേന്ന്. എന്താണ് പ്രോബബിൾ എറർ? നമ്മൾ കണ്ടുപിടിക്കുന്ന ആ കോഎഫിഷ്യൻ്റ്, കോറിലേഷൻ കോഎഫിഷ്യൻ്റ് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലേന്ന് അറിയുന്നതാണ് പ്രോബബിൾ എറർ എന്ന് പറയുന്നത്. കോറിലേഷനിൽ നമുക്ക് എന്താണ് അനലൈസ് ചെയ്യാൻ പറ്റുക? ഫ്യൂച്ചർ വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്ത് അത് അനാലിസിസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഇഫ് സിഗ്മ എക്സ് വൈ ഈക്വൽ ടു 203, സിഗ്മ എക്സ് സ്ക്വയർ 400, സിഗ്മ വൈ സ്ക്വയർ 190 ഇത്രയും തന്നിട്ടുണ്ട്. അസ്യൂം ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ ഡീവിയേഷൻ ഫ്രം ആക്ച്വൽ മീൻ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും ആക്ച്വൽ മീനിലെ ഡീവിയേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്ക് കോറിലേഷൻ കാണണമെങ്കിൽ എന്തേ ഉള്ളൂ? സിഗ്മ എക്സ് വൈ ഉണ്ട്, സിഗ്മ എക്സ് സ്ക്വയറും സിഗ്മ വൈ സ്ക്വയറും ഉണ്ട് അല്ലേ? അപ്പോൾ അത് വെച്ച് എങ്ങനെ ചെയ്യുക? സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ. നമ്മൾ എക്സ് മൈനസ് എക്സ് ബാർ എന്നൊക്കെ എഴുതാറുണ്ടായിരുന്നില്ലേ? ഇവിടെ അത് ആക്ച്വൽ മീൻ എടുത്താന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ തന്ന വാല്യൂസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്തു. 203 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 400 ഇൻറ്റു റൂട്ട് ഓഫ് 190. അപ്പോൾ 400ൻ്റെ റൂട്ട് കാണുക, 190യുടെ റൂട്ട് കാണുക, അവ നമ്മൾ ഇൻറ്റു ചെയ്യാം. അതിനുശേഷം 203 ഡിവൈഡഡ് ബൈ ആ ഇൻറ്റു ചെയ്ത് കിട്ടിയ എമൗണ്ട് ചെയ്യുമ്പോൾ 0.74 എന്നാണ് ആൻസർ കിട്ടുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിൽ ഗിവൺ ആർ ഈക്വൽ ടു 0.8, സിഗ്മ എക്സ് വൈ 60 ആണ്, സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് വൈ 2.5ഉം സിഗ്മ എക്സ് സ്ക്വയർ 90. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എൻ ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഐറ്റംസ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർ ഈക്വൽ ടു 0.8 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 0.8ൽ ഇനി നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആണ് ഈ 0.8 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വാല്യൂസ് അങ്ങനെ അതേ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. സിഗ്മ എക്സ് വൈ എത്രയാണ്? 60 ആണ്. 60 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 90 ഇൻറ്റു റൂട്ട് ഓഫ് വൈ സ്ക്വയർ. അത് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ വൈ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കണം. ഈക്വൽ ടു 0.8, 6 തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3600. അതായത് 60ൻ്റെ സ്ക്വയർ ആണ് പറയുന്നത്. 3600 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ ഈക്വൽ ടു 0.64. നമ്മൾ രണ്ടിനെയാണ് സ്ക്വയർ ചെയ്തത്, 60നെയും 8നെയാണ്. അപ്പോൾ നമുക്ക് 3600 ഈക്വൽ ടു എന്ത് വരും? നമ്മൾ ആ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം 0.64 ഇൻറ്റു 90 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ നമുക്ക് കാണേണ്ടത് സിഗ്മ വൈ സ്ക്വയർ മാത്രം എത്രയാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ സമത്തിന് ഇപ്പുറത്തുള്ള 3600 ഡിവൈഡഡ് ബൈ 0.64 ഇൻറ്റു 90 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് സിഗ്മ വൈ സ്ക്വയർ 62.5 എന്ന് അവിടെ കിട്ടും. ഇനി നമുക്ക് അതിന് വേണ്ടി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഇവിടെ തന്നിട്ടുണ്ട്, 2.5 ആണ്. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 2.5 എന്ന് പറയുമ്പോൾ നമുക്കത് കണ്ടുപിടിക്കുക. n കാണണമെങ്കിൽ എന്ത് ചെയ്താൽ റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ ബൈ n ആണ് ഈ 2.5 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ സിഗ്മ വൈ സ്ക്വയർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ 62.5. അപ്പോൾ റൂട്ട് ഓഫ് 62.5 ബൈ n ആണ് ഈ 2.5. അപ്പോൾ ഈ 62.5 ബൈ എന്നിനെ നമുക്ക് എന്ത് ചെയ്യുക? ഈ സ്ക്വയറിൻ്റെ ആ സ്ക്വയർ റൂട്ട് ആയിട്ട് കളയുമ്പോൾ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും? അതിൻ്റെ സ്ക്വയർ ആയിട്ട് മാറും. 2.5 സ്ക്വയർ, ആ സ്ക്വയർ റൂട്ട് നമ്മൾ കളഞ്ഞ് 2.5ലേക്ക് വരുമ്പോൾ അത് സ്ക്വയർ ആയിട്ട് കാണിക്കുക. അപ്പോൾ 2.5 സ്ക്വയർ ഈക്വൽ ടു 6.25 എന്ന് കിട്ടും. അപ്പോൾ n എന്ന് പറയുന്നത് എന്തായിരിക്കും? 62.5 ബൈ 6.25 ഈക്വൽ ടു 10. അങ്ങനെ എൻ്റെ വാല്യൂ 10 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഉള്ളത് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഈ രണ്ട് വേരിയബിൾസ് അവ തമ്മിലുള്ള കോവേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള ഇക്വേഷനാണ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ n. ഇനി ഇതിൽ നമുക്ക് ഒന്നുകൂടി ഈ എക്സ് വാല്യൂവും വൈ വാല്യൂസൊക്കെ വലുതാണെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെഴുതാം? സിഗ്മ എക്സ് വൈ ബൈ n മൈനസ് സിഗ്മ എക്സ് ബൈ n ഇൻറ്റു സിഗ്മ വൈ ബൈ n കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഡീവിയേഷൻ എടുത്ത് ചെയ്യുകയാണെങ്കിൽ സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡ് ബൈ n മൈനസ് സിഗ്മ ഡി എക്സ് ബൈ n ഇൻറ്റു സിഗ്മ ഡി വൈ ബൈ എന്നും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോവേരിയൻസ് രണ്ട് വേരിയബിൾസ് തമ്മിൽ ഉള്ളത് ഡിവൈഡ് ചെയ്യുക അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദോസ് വേരിയബിൾസ്. ആ വേരിയബിൾസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ പ്രൊഡക്റ്റ് എന്താണോ ഇൻറ്റു ചെയ്ത് കിട്ടുന്നത് എന്താണോ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ അവിടെ കിട്ടുന്നത്.
കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈക്വൽ ടു അപ്പോൾ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ് ഇക്വേഷൻ വരിക. നമുക്കിതിൻ്റെ ബേസിൽ ഒരു പ്രോബ്ലം ഇവിടെ ചെയ്യാം. ഫൈൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. എക്സ് വാല്യൂ വൈ വാല്യൂ തന്നിട്ടുണ്ട്. എക്സ് വൈ കോളം കൊടുക്കുക, എക്സ് സ്ക്വയർ കൊടുക്കുക, വൈ സ്ക്വയർ കൊടുക്കുക. ഇതൊന്നും ഞാൻ ഇനി പറയുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇതേ പ്രോബ്ലംസ് ചെയ്തതാണ്. അപ്പോൾ എക്സ് ടോട്ടൽ ചെയ്തു, വൈ ടോട്ടൽ ചെയ്തു, പിന്നെ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് 2 × 4 8, 3 × 5 15 അങ്ങനെയാണ്. ആ എക്സ് വൈ കോളം ടോട്ടൽ ചെയ്തു, പിന്നെ എക്സിൻ്റെ മാത്രം സ്ക്വയർ കണ്ടു. 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16 എന്ന് പറഞ്ഞിട്ട്, പിന്നെ വൈ സ്ക്വയർ മാത്രം കണ്ടു. അപ്പോൾ വൈയുടെ 4 എന്ന് പറയും 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25 അങ്ങനെ എഴുതി. ഇനി എല്ലാ കോളം ടോട്ടൽ ചെയ്തു. അപ്പോൾ കോവേരിയൻസ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് സിഗ്മ എക്സ് വൈ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഇൻറ്റു സിഗ്മ വൈ ആണ്. നമുക്കിതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. സിഗ്മ എക്സ് ബൈ എത്ര 270/7 മൈനസ് 35/7 ഇൻറ്റു 49/7. അപ്പോൾ 38.56 മൈനസ് 5 ഇൻറ്റു 7 എന്ന് കിട്ടും. കാരണം 35/7 5ആണ്, 49/7 7ആണ്. അപ്പോൾ ഈ 38.56 നിന്ന് 35 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3.57 കിട്ടും. 38.57 നിന്ന് 35 ലെസ് ചെയ്യുക, അപ്പോൾ 3.57 ആണ് ഇവിടെ കിട്ടുന്നത്. ഇനി അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈയും കാണണം. അത് കാണാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 203/7 മൈനസ് 35/7 ഹോൾ സ്ക്വയർ. അപ്പോൾ ആദ്യത്തേത് 203/7 ചെയ്യുമ്പോൾ നമുക്ക് 29ഉം 35/7 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5ആണ് വരിക. 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25ആണ്. അപ്പോൾ 29 മൈനസ് 25 പറഞ്ഞാൽ 4ആണ് കിട്ടുക. 4ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 2ആണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ എന്താ കിട്ടുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ 371 റൂട്ട് ഓഫ് 371/7 മൈനസ് 49/7 ഹോൾ സ്ക്വയർ. അപ്പോൾ 53 മൈനസ് 49 ആണ് വരിക. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ കോൾപിയേഴ്സിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇക്വേഷനാണ് കോവേരിയൻസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ ആണ്. കോവേരിയൻസ് നമുക്കിപ്പോൾ കിട്ടിയത് 3.57 ആണ്. ഡിവൈഡഡ് ബൈ 3.57 എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ, അത് ഡിവൈഡ് ബൈ 2 × 2 ആണ്. അപ്പോൾ 0.89 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ലാഗ് ആൻഡ് ലീഡ് കോറിലേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്, എന്താണ് ഈ ലാഗ് കോറിലേഷൻ അല്ലെങ്കിൽ ലീഡ് കോറിലേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ചില സമയത്ത് 2 വേരിയബിൾസ് എങ്ങനെയാണ് കോറിലേറ്റഡ് ആയിരിക്കുന്നത്, അതുകൊണ്ട് ഒരു വേരിയബിളിൻ്റെ ചേഞ്ച് മറ്റൊരു വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചിലപ്പം ഒരു വേരിയബിൾ മാറുമ്പം അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് മറ്റേ വേരിയബിളിൽ വന്നോളന്നില്ല. ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് കുറച്ച് വൈകിയാണ് അല്ലെങ്കിൽ കുറച്ച് താമസിച്ചാണ് ആ റിസൾട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ടൈം ലാഗ് വരികയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്ന ആ സ്പോട്ട് തന്നെ അടുത്ത് ചേഞ്ച് ചെയ്യുന്നില്ല. ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നത് കുറച്ച് സമയം എടുത്തിട്ടായിരിക്കാം. അപ്പോൾ അവിടെ ടൈം ലാഗ് വരികയാണ് കോസ് ആൻഡ് ഇഫക്റ്റിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുകയാണ്, പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ? പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുന്നു എന്നുള്ള. പക്ഷേ പ്രൈസ് കൂടിയ ഉടനെ തന്നെ സപ്ലൈ കൂടിക്കൊള്ളുന്നില്ല. പ്രൈസ് ഇന്നാണ് ചേഞ്ച് ആയിച്ചാൽ ഇന്ന് തന്നെയാണ് സപ്ലൈ ഇമ്മീഡിയറ്റ് ആയിട്ട് കൂടുമോ? ഇല്ല. അത് ചിലപ്പോൾ അത് കൂടാൻ വേണമെങ്കിൽ ഒരു കുറച്ച് 5-6 മാസങ്ങൾ എടുക്കാം. ആ പ്രൈസ് ചേഞ്ച് ആയതിന് അഡ്ജസ്റ്റബിൾ ആയിട്ട് സപ്ലൈ കൂടണമെങ്കിൽ കുറച്ചൊരു കാലതാമസം എടുക്കാം. അങ്ങനെ വരുന്ന ആ ഡിഫറൻസ്, ആ പീരീഡ് ഓഫ് ചേഞ്ചിനെയാണ് ടൈം ലാഗ് എന്ന് പറയുന്നത്. 2 സീരീസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് എന്തായാലും മുന്നോട്ട് ഓടിക്കൊണ്ടേയിരിക്കും, മറ്റേത് മുന്നോട്ട് എത്താൻ തന്നെ ശ്രമിക്കും, പക്ഷേ ഇതിൻ്റെ അതേ സ്പീഡിലാവില്ല, കുറച്ച് വൈകിട്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് ഫസ്റ്റ് മൂവ് ചെയ്യുന്നതിനെയാണ് ലീഡിങ് എന്ന് പറയുന്നത്. പിന്നാലെ അതിനെ ഫോളോ ചെയ്ത് മെല്ലെ വരുന്നതിനാണ് ലാഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർവേഡ് മൂവിങ് സീരീസ് ആണെങ്കിൽ ലീഡിങ്ങും, ഫോളോയിങ് അല്ലെങ്കിൽ ആ മൂവിങ് അത്രത്തോളം അല്ല ലേറ്റർ ആണെങ്കിൽ അതിനെയാണ് ലാഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഒരു പ്രോബ്ലം കൂടി ഇവിടെ നോക്കാം. ദ ഫോളോയിങ് ആർ ദ മന്ത്ലി ഫിഗേഴ്സ് ഓഫ് അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ആൻഡ് സെയിൽസ് ഓഫ് എ ഫേം. നല്ലൊരു എക്സാമ്പിളാണിത്. കാരണം നമ്മളിപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഉള്ളിൽ നമ്മുടെ സെയിൽസ് ഒന്നും കൂടില്ല. പക്ഷേ ഇത് തീർച്ചയായിട്ടും കൂടും. എങ്ങനെ? കാലക്രമേണ അത് മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ ഇവിടെ ലീഡ് ചെയ്ത് പോകുന്നത് അഡ്വർടൈസ്മെൻറ്റും
ലാഗ് ചെയ്ത് പോകുന്നത് എന്താ, സെയിൽസുമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് ഇവർ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ജനറലി ഫൗണ്ട് ദാറ്റ് അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ഹാസ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ സെയിൽസ് ജനറലി ആഫ്റ്റർ 2 months. നമ്മളിപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്താൽ അത് സെയിൽസ് നന്നായി കൂടണമെങ്കിൽ മിനിമം 2 months എങ്കിലും എടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈം ലാഗ് കൊടുത്തുകൊണ്ട് നമ്മളോട് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാസം തന്നിട്ടുണ്ട്, ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ തന്നിട്ടുണ്ട്. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇവിടെ തന്നിട്ടുണ്ട് 5, 6, 7 പറഞ്ഞാൽ അതെല്ലാം 1000-ലാണ് പറയുന്നത്. 5000, 6000 അങ്ങനെ ഓരോ മാസം കൊടുത്തത്. പക്ഷേ ഈ ജാനുവരിയിൽ കൊടുത്ത ആ അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റ് കാണണമെങ്കിൽ 2 മാസം, അതായത് ഫെബ്രുവരി മാർച്ചിലേ അത് കാണുള്ളൂ, സെയിൽസ് കൂടാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ ഓരോ മാസത്തെ കൊടുക്കുന്നതും പിന്നീട് വരുന്ന 2 മാസത്തിനനുസരിച്ചാണ് എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആദ്യത്തെ ടേബിളിൽ മാസം മുഴുവനായിട്ട് എഴുതുക, ജനുവരി ടു ഓഗസ്റ്റ് എന്ന് കാണിക്കാം. പക്ഷെ നമുക്ക് 2 മാസം ലാഗ് ചെയ്തിട്ടാണ് വരുമ്പം ജൂൺ വരെ കാണിക്കാൻ അവിടെ പറ്റുള്ളൂ. ഇനി അടുത്ത കോളം എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഈ വാല്യൂസ് ഫുൾ എഴുതുക, 5, 6, 7 അങ്ങനെ 15 ജൂണിലത്തെ റിസൾട്ടാണ് നമുക്ക് വരുന്ന സെയിൽസ് 26 എന്ന് പറയുന്നത് അല്ലേ. 2 മാസം കഴിഞ്ഞിട്ടാവും അത് വരെ കാണിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ബേസിൽ നമുക്ക് പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. കാരണം അവിടെ ടൈം ലാഗ് 2 months ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജനുവരിയിലത്തെ ഫിഗർ കണക്ട് ചെയ്യേണ്ടത് മാർച്ചിലത്തെ ഫിഗറുമായിട്ടാണ്. അപ്പോൾ ജാനുവരി മുതലുള്ളത് നമ്മൾ ജൂൺ വരെ എഴുതിയിട്ടുള്ളൂ. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ സെയിൽസ് എടുക്കുമ്പോൾ മാർച്ചിലത്തെ സെയിൽസ് മുതലേ ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ക്ലിയർ ആയല്ലോ, 2 മാസം ലാഗ് ചെയ്തിട്ട്. പിന്നെ XY എടുക്കുക, പിന്നെ R² അല്ലാട്ടോ, X² ആണത്, പിന്നെ Y². അപ്പോൾ ഇവിടെ നമ്മൾ XYയും X² Y² എടുത്തു, Xും Y ടോട്ടൽ എടുത്തു. പിന്നെ നമ്മൾ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്, R = n sigma XY minus sigma X into sigma Y divided by root of n into sigma X² minus sigma X all square into root of n sigma Y² minus sigma Y whole square എന്ന് പറയുന്നത്. അതിൽ n sigma XY എന്ന് പറയുമ്പം n എത്രയാണ്, 6 നമ്മൾ എടുത്തിരിക്കുന്നത്, 6 മാസം. അപ്പോൾ അതിൽ 6 × 1257 XY എന്ന് പറയുന്നത് മൈനസ് പിന്നെന്താണ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. സിഗ്മ എക്സ് 54 സിഗ്മ വൈ 133. അപ്പോൾ അത് ഇൻറ്റു ചെയ്തു ഡിവൈഡ് ബൈ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. 6 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ 560 മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ആണ്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 54. 54 സ്ക്വയർ കണ്ടു. അതേപോലെ തന്നെ 6 √6 ഇൻറ്റു 3017 വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. സിഗ്മ വൈ എത്ര 133, അത് ഹോൾ സ്ക്വയർ കാണുക. അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട 54 × 133 എത്രയാണെന്ന് നോക്കുക. അതിനെ 6 × 1257 ചെയ്യുമ്പോൾ കിട്ടുന്നതിൽ നിന്ന് ലെസ് ചെയ്യുക. അപ്പോൾ 360 കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ പിന്നെ നമുക്ക് ചെയ്യേണ്ട 54 സ്ക്വയർ ആദ്യം കാണുക. 54 സ്ക്വയർ കണ്ടിട്ട് 6 × 560 ചെയ്ത് കിട്ടുന്നത് എത്രയാണോ അതിൽ നിന്ന് ലെസ് ചെയ്യുക. അതിൻ്റെ റൂട്ടാണ് റൂട്ട് 444 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 133 സ്ക്വയർ എത്രയെന്ന് കാണുക. പിന്നെ 6 × 3017 കണ്ടതിൽ നിന്ന് ഈ 133 സ്ക്വയർ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റൂട്ട് ഓഫ് 413. ഇനി നമ്മൾ കാണേണ്ടത് റൂട്ട് 404 എത്രയാണ് നോക്കുക, റൂട്ട് 413 എത്ര നോക്കുക, അവ തമ്മിൽ ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്തതിന് ശേഷം കിട്ടുന്ന എമൗണ്ടിനെ 360 കൊണ്ട് ഹരിക്കുക. 360 ഡിവൈഡഡ് ബൈ ആ എമൗണ്ട് എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.84 ആണ്. അപ്പോൾ നമ്മുടെ കോറിലേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ മെയിനായിട്ടുള്ള പോയിന്റുകളെല്ലാം ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് കോറിലേഷനും അതിൻ്റെ യൂസും അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സും കാറ്റഗറീസും കോൾപിയേഴ്സിൻ്റെ മെത്തേഡുകൾ, അതിൽ തന്നെ ഓരോന്ന് ഇല്ലാത്തപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് പഠിച്ചു. റാങ്ക് കോറിലേഷൻ, കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്, ലാഗും ലീഡും കോറിലേഷൻ എന്താണെന്നുള്ളത്, കോവേരിയൻസ് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ സമയത്ത് തന്നെ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം ഞാനത് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം തോന്നുകയാണ് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളിടുന്ന സമയത്തിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ചില ബിസി ആയിട്ടുള്ള സമയങ്ങളിൽ ഇതൊന്നും നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽ ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. മാക്സിമം ഞാനത് റെസ്പോണ്ട് ചെയ്യാറുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് പ്രോബ്ലം പേപ്പറിൻ്റെ പ്രത്യേകിച്ച് ശ്രദ്ധാപൂർവ്വം തന്നെ കേൾക്കുക. ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത്. അത് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നുള്ള വീഡിയോസ് മുതൽ തന്നെ കണ്ടു തുടങ്ങിയാലാണ് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.